ഹലോ. നല്ല മഴയാണ് കേട്ടോ. നമ്മൾ സത്യമായി തന്നെ കരുതി ആലപ്പുഴ ജില്ലയ്ക്കൊക്കെ അവധിയായിരിക്കുമെന്ന്. പക്ഷേ അവധിയും കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നതും അങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്ന് അവധിയായിരിക്കണേ എന്നൊരിതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വണ്ടി വരും. അപ്പം ആ ഒരു ഇത് ഓർക്കുമ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്രയ്ക്ക് മഴയാണ് കേട്ടോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല. വണ്ടിയിൽ കയറാനൊരു ഗ്യാപ്പ് വേണ്ടേ, അതേപോലെ ഇടവിട്ട് മഴയാണ്. എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാണെന്നറിയാമോ? രാവിലെ ഇതിലെല്ലാം ഉപരി എനിക്ക് എണീക്കാൻ ഒട്ടും മനസ്സ് തോന്നിയില്ല കേട്ടോ. ഭയങ്കര മടി തോന്നി, അത്രയ്ക്ക് തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ വീട്ടിൽ വന്നപ്പോൾ ഒരു വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. പിന്നെ ചായക്ക് ഞാൻ വെച്ച്, ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഊറ്റിയില്ല, ചായക്ക് വെച്ചിട്ടുണ്ട്. ചോറ് എന്തായാലും റെഡിയായി, ഞാനൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിനകത്ത് നല്ലൊരു വെട്ടത്തിൻ്റെ കുറവുണ്ട്. എൻ്റെ റിംഗ് ലൈറ്റും പൊട്ടിപ്പോയി. അതുകൊണ്ട് എനിക്ക് വെട്ടപ്പിൻ്റെ സെറ്റപ്പൊന്നും ഇല്ല കേട്ടോ. ഈ തോരൻ വെക്കാനുള്ളത് ഞാൻ റെഡിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാബേജാണ്. ചായയൊക്കെ ഇടട്ടെ. മോനെ കുറച്ച് പാലെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ബൂസ്റ്റ് ആക്കാമെന്ന് കരുതി. സാധാരണ മറ്റേ പാക്കറ്റ് സാധാരണ മറ്റേ ബൂസ്റ്റായിരുന്നു കേട്ടോ വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അവന് ചായയോ കോഫിയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വാരി കഴിക്കും, പച്ചയ്ക്ക് വാരി കഴിക്കും. ഇതിങ്ങനെ അങ്ങോട്ടങ്ങ് മാറ്റി വെച്ചിരിക്കാം, തണുക്കട്ടെ, അപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ പശുവിൻ്റെ പാല് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ. കവർ പാലല്ലേ. ഞങ്ങളുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ച് മാറ്റി വെക്കാം, അതിനുശേഷം കുടിക്കാൻ കേട്ടോ. ഇനി നന്നായിട്ട് താമസിച്ച് പോയി കേട്ടോ. എന്ന് വെച്ചാൽ എണീക്കാനേ തോന്നിയില്ല, ഒട്ടും തോന്നിയില്ലായിരുന്നു. പിന്നെ എണീറ്റല്ലേ പറ്റുമോ? മോനെ ഫുഡൊക്കെ കൊടുത്തു വിടണ്ടേ. ഞങ്ങളുടെ ചായ സെറ്റാക്കും കേട്ടോ. ഈ മേൽഭാഗമൊക്കെ കണ്ടിട്ട് ഒരുമാതിരി കിടക്കുമെന്ന് പറയില്ല കേട്ടോ. ഞാൻ എളുപ്പത്തിന് എടുക്കാൻ വേണ്ടി ഉള്ള ഐറ്റംസാണ് കേട്ടോ മേലോട്ട് വെച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗത്തോട്ടൊക്കെ എനിക്ക് എപ്പോഴായാലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായയൊക്കെ ഇടുമ്പോൾ കറക്റ്റ് ആ ഒരു അളവിന് കിട്ടില്ല. എപ്പോഴും അതാണ് കേട്ടോ. ഇപ്പം ഞാൻ നോർമലി പാല് അളന്നെടുക്കാറില്ല, ഞാൻ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഉള്ള വെള്ളം മാത്രം ഞാൻ ഇങ്ങനെ അളന്നൊഴിക്കും. ഇനി അതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, എന്തായാലും കറക്റ്റ് അളവിന് കിട്ടത്തില്ല. പിന്നെ ഞാൻ നന്നായിട്ട് ചായ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പതപ്പിച്ച് ഒഴിക്കുകയാണെങ്കിൽ ആ ഒരു ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഇന്ന് എനിക്ക് അധികം ടൈമൊന്നും കിട്ടത്തില്ല. ഇപ്പം ഞാൻ 5:30ക്ക് അലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ എണീറ്റത് 5:45 എന്തോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ചാടി എണീറ്റയാണ്. പിന്നെ ഇത്രയും ചായ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. കുറച്ച് ഞാനങ്ങ് വെച്ച കേട്ടോ. പിന്നെ പാലിരിപ്പുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കുടിക്കാം. ഇനി ഈ ഒരു ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ശടപടേന്ന് എല്ലാ ജോലിയും എനിക്ക് ചെയ്യണം. ഇപ്പം തോരനുള്ള കാര്യങ്ങളൊന്നും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഫിംഗർ ക്യാപ്പും കാണാനില്ല കേട്ടോ. കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞൊന്ന് എടുക്കണം. അല്ലാണ്ട് അരിയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് ഫിംഗർ ക്യാപ്പൊന്നും യൂസ് ചെയ്യാതെ അരിഞ്ഞാലും കൈ മുറിയും. അത് മസ്റ്റാണ് കേട്ടോ. എപ്പോഴും അത് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയയൊക്കെ നന്നായിട്ട് വലിഞ്ഞുവാരി കിടക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പം രാവിലത്തേക്ക് വേണ്ടിയുള്ള ചായയുടെ ഒരു പാത്രം വെള്ളം തിളപ്പിച്ച് തരണം. പിന്നെ നമ്മുടെ തോരനുള്ള ഐറ്റംസ് മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പാത്രം. അങ്ങനെ കുറേയധികം പാത്രങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഈ സ്ലാബിൻ്റെ അടിയിലൊന്നും വെക്കുന്നില്ലെന്ന് കരുതി. പിന്നെ ഇനി ഞാൻ പോയി കുറച്ച് നേരം ഇരുന്ന് ചായ കുടിക്കട്ടെ. കൊള്ളാം. കുറച്ച് പാല് കൂട്ടിയെടുത്ത് ഇരുന്ന് കുടിക്കാനുള്ള ടൈമില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇരുട്ട്. എന്നാലും കുറച്ച് നേരം ഇങ്ങോട്ട് ഇരിക്കാം. ഇനി തോരനുള്ള ഐറ്റംസൊക്കെ എടുക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അകത്ത് വേറെ ഫോണിൻ്റെയും അലാം അടിക്കുന്നുണ്ട്. തുരിതര എല്ലാ ഫോണിലും നിരത്തി അലാം വെച്ചിരിക്കുകയാണ് കേട്ടോ. ഏതിനെങ്കിലും വെച്ചിട്ട് അങ്ങനെ എണീക്കാമെന്നും കരുതി. ഭയങ്കര മഴയും കാര്യങ്ങളും അല്ലേ. സത്യം പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഭാഗത്തൊന്നും ഇതുവരെയും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്ന അല്ലാന്ന് തോന്നുന്നു, അറിയാൻ പാടില്ല.
പക്ഷെ നമ്മുടെ കേട്ട് അറിവ് അങ്ങനെ വെള്ളമൊന്നും കയറില്ല എന്നാണ്. ഇനി നമുക്ക് തോരന് വേണ്ടിയുള്ള ഇത് ഞാൻ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ബോധോദയം വന്നത്, നമ്മുടെ വീഡിയോ എടുത്തിട്ടില്ലാന്ന്. പിന്നെ നമ്മുടെ തോരനൊക്കെ അടുപ്പത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനാണ് ചോറ് ഊറ്റിയായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു സമാധാനം കേട്ടോ. ഫസ്റ്റ് ചോറ് റെഡി ആവുകയാണെങ്കിൽ അത് ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. പിന്നെ എല്ലാം ഇങ്ങനെയുള്ള കുട്ടി ഐറ്റംസ് അല്ലേ ഉള്ളൂ. കുറച്ച് തോരനോ അല്ലെങ്കിൽ ഇന്ന് ചമ്മന്തിയാക്കി കൊടുക്കാമെന്ന് കരുതി കേട്ടോ. മോര് കാച്ചണമെന്ന് കരുതി, പക്ഷേ ഇന്ന് വേണ്ടാന്ന് വെച്ച്. ചിക്കനൊക്കെ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞാനത് തയ്യാറാക്കിയില്ല. ഈ ക്യാബേജ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ചിക്കനൊക്കെ ഞാൻ പുരട്ടി വെച്ചിരിക്കുന്നതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 ഓയിൽ മാറി മാറി യൂസ് ചെയ്യും. ചില ടൈമിൽ മീനായാലും ചിക്കനായാലും ഫ്രൈ ചെയ്യാൻ ഞാൻ കോക്കനട്ട് ഓയിലും എടുക്കും, സൺഫ്ലവറും എടുക്കും. ഇന്ന് ഞാൻ സൺഫ്ലവറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ആ ടൈം കൊണ്ട് നമുക്ക് സ്നാക്സ് എടുത്ത് വെക്കാം. ഇപ്പം സ്നാക്സിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ ഓവറായിട്ട് ബേക്കറി ഐറ്റംസോ അങ്ങനെയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ കൊടുത്തല്ലേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കേക്കും 2 ബിസ്ക്കറ്റും പിന്നെ അവന് ഇഷ്ടപ്പെട്ട വേറെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ബിസ്ക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 അല്ല 3 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ചിക്കൻ അടുപ്പത്തിരുന്ന് സെറ്റാവുന്ന സമയം കൊണ്ടാണ് കേട്ടോ ഞാനിവിടെ സ്നാക്സ് എടുക്കാൻ വന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടി കുട്ടി ജോലികൾ പെട്ടെന്ന് തീർക്കുവാണെങ്കിൽ എനിക്ക് ലഞ്ച് മാത്രം എടുത്താൽ മതിയല്ലോ. അപ്പം ഇത് അങ്ങനെ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ആ ലെഗ് പീസ് അങ്ങനെ അങ്ങ് കൊടുത്ത് വിടില്ല, അതിന് ചെറിയ കട്ട് പീസാക്കി എടുക്കത്തതേ ഉള്ളൂ. പിന്നെ ചോറൊക്കെ വിളമ്പിട്ട് എനിക്കിങ്ങനെ ചൂട് ചോറിങ്ങനെ വിളമ്പുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സ്റ്റീലിൻ്റെ ആ ഒരു പാത്രം ആയതുകൊണ്ട് എനിക്ക് എന്താ വലിയ ടെൻഷനും അടിക്കണ്ടല്ലോ. മറ്റേത് ഞാൻ ഇതിന് മുമ്പിട്ട് മറ്റേ സെറാമിക് ആ ഒരു കോട്ടിങ്ങുള്ള അതിനകത്ത് ഞാൻ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് അതിന് അങ്ങനെ കൊടുത്തു വിടാൻ പാടില്ല എന്നൊക്കെ. അങ്ങനെ പിന്നെ ഈ ഒരു സ്റ്റീൽ പാത്രം ആക്കി മാറ്റിയത്. ഇങ്ങനെയുള്ള ചമ്മന്തിയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ പോലും വെള്ള ചമ്മന്തി ആയതുകൊണ്ട് ഞാനിങ്ങനെ ഉരുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തോരനും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സാലഡ് വെക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. അത് ഞാൻ മോൻ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓർക്കുന്നത്. പിന്നെ എല്ലാമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. മഴ നന്നായിട്ട് ചാറി ചാറി പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ ഒരു മഴ കൂടുന്നതിന് മുമ്പിട്ട് വണ്ടിക്ക് വരണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ ഒരുങ്ങി നിന്നൊരു 15 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ. അതിന് മുമ്പിട്ട് വണ്ടിയൊക്കെ വന്ന് മോനെ പറഞ്ഞു വിട്ട്. ഇനി അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ഏരിയയിൽ കണ്ടോ എനിക്ക് ഒട്ടും വെട്ടം കിട്ടുന്നില്ല. എനിക്ക് മറ്റേ വീടായിരുന്നെങ്കിൽ എനിക്ക് കുറേ കൂടി ആ ഒരു വൈറ്റ് പെയിൻ്റൊക്കെ അല്ലായിരുന്നു. അപ്പം ആ ഒരു നല്ലൊരു ഇതിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്കൊരു ക്ലിയറും വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ 2 ലൈറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഇവിടുന്ന് കഴിക്കുന്നത് തന്നെ. എന്നിട്ട് പോലും എനിക്ക് വെട്ടം കുറവാണ് കിട്ടുന്നത്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് അമ്മയോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ ഒരു തീയലുണ്ടാക്കുകയാണ് കേട്ടോ. ഇത് ചീമച്ചക്കയാണ്. അപ്പോൾ അത് ഞാൻ കുക്കറിനകത്തിട്ട് അടിച്ച് ഒന്ന് വേവിച്ചു കേട്ടോ. അല്ലാതെ ഇത് വേകാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. അത് മൂത്ത് വരുന്നതേ ഉള്ളായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെക്കുന്ന മാതിരി ഞാൻ തേങ്ങാക്കൊത്തും അങ്ങനെയൊക്കെ ഇട്ടാണ് കേട്ടോ വെച്ചത്. ഇതിങ്ങനെ ഇരുന്നൊന്ന് സെറ്റായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് ഒരു ബ്ലാക്ക് കോഫി എടുക്കാൻ പോവാണ്. അങ്ങനെ രാവിലത്തെ ഫുള്ള് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഒരു ബ്ലാക്ക് കോഫിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് ഇത് കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.